മനസ്സറിഞ്ഞ് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേട്ടാ. എന്നിട്ടാണോ ഈ ദേശത്തുന്ന ആളുകൾ അനുജന്റെ ഭാര്യയുടെയും മക്കളുടെ നടപടി ദോഷങ്ങളെ കുറിച്ച് പറയാൻ എന്റെ അടുത്തേക്ക് അവിടെ എത്തിയത്? അകലെ ചെന്ന് പാർത്താനും നാണം കെടുത്തതെന്ന് വെച്ചാൽ സന്ധ്യയാവുമ്പോ കാറുകൾ എത്തണു, പെൺകിടാങ്ങളെയും കൂട്ടി പോണു, പുലരുമ്പോ തിരിച്ചു കൊണ്ടുപോട്ടണു. എന്തൊക്കെയാ ആളുകൾ പറയണത്? നാണക്കേട്. തീയില്ലാതെ പുകയുണ്ടാവോ? അച്ഛൻ മരിച്ചതിന് ശേഷം ഇവിടുത്തെ അടുപ്പിൽ തീ പുകയുന്നുണ്ടെന്ന് ഒരു പ്രാവശ്യങ്ങളിൽ അന്വേഷിച്ച് വന്നിട്ട് നാട്ടുകാരുടെ തേടി പുകയുടെയും കാര്യം പറഞ്ഞാൽ നന്നായിരുന്നു. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചോട്ട് വലിയ നിന്റെയൊക്കെ തോന്നിയാസം പോലെ ജീവിക്കാൻ ഇവിടെ പറ്റില്ല. ഈ വീടും പോരോടും എനിക്ക് തീരെ എഴുത്തന്നിട്ടെ എവിടെയാച്ചാ പൊയ്ക്കോ, എങ്ങനെയാച്ചാ ജീവിച്ചോ. ഓ, ഇനി ഇതിന്റെ പേര് ഞങ്ങൾ നാട്ടിൽ നിന്ന് പറഞ്ഞയച്ചിട്ട് വേണമായിരിക്കും ഈ സ്ഥലം കൂടി തട്ടിയെടുക്കാൻ. വല്യച്ഛന്റെ ബുദ്ധി ആർക്കും മനസ്സിലാവില്ലെന്ന് കരുതണ്ട. മിണ്ടി പോവരുത്. മടവനടുത്ത് രണ്ടിനും വെട്ടിക്കണ്ടിച്ചിട്ട് പോവാ വേണ്ടത്. വെട്ടിക്കണ്ടിക്ക് അങ്ങ് വാ, നിന്ന് തരാം. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങി പോകുന്നുണ്ടോ? ശ്രീകരൻ ഓണം കിട്ട കൂട്ടുന്നത്. സാരമില്ല മോളെ, ഒക്കെ സഹിച്ചല്ലേ പറ്റൂ. വല്യച്ഛന്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. വല്യച്ഛൻ അത്ര വല്യച്ഛൻ ദുഷ്ടനാ. പോട്ടെ മോളെ, നീ പോയി കൈയും മുഖം കഴുകി വിളക്ക് വെക്ക്. എന്തിനാ വിളക്ക് വെക്കുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഒന്നിനൊന്നും ദോഷമല്ലാതെ എന്തെങ്കിലും നല്ലതുണ്ടായിട്ടുണ്ടോ ഈ വീട്ടില്? എനിക്ക് വയ്യ. നിഷേധി, ദൈവദോഷം പറയുന്നു. ഇങ്ങനെയും കഴിയണത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രം. ഇച്ഛ തെറ്റിയാൽ ഈശ്വരൻ നിന്ന പാടില്ല മോളെ. ഒരു വഴി അടഞ്ഞ മറ്റൊരു വഴി തുറന്നു കിട്ടും. അല്ല, അമ്മയും മോളും കൂടി എന്ത് വർത്താനം പറഞ്ഞിക്ക? എനിക്കിങ്ങോട്ട് വരോ? ഉണ്ണിമായ നാട്ടുകാരെന്തൊക്കെയോ പറയണ കേട്ട് ആ മാഷ് ട്രൂപ്പിന്ന് പറഞ്ഞു വിട്ട്. ആ, അത് ഞാനും അറിഞ്ഞ്. മുല്ലാക പറഞ്ഞിട്ടാ ഞാൻ വന്നേ. എന്താ അമ്മനമ്മ? ഞമ്മളെ കല്യാണി കുട്ടിയമ്മ നടത്തുന്ന ആ നൃത്ത സ്കൂളുണ്ടല്ലോ, അതിലേക്ക് ഡാൻസ് പഠിപ്പിക്കാൻ ഒരു ടീച്ചറെ വേണമെന്ന്. ഉണ്ണിമായന്റെ കാര്യം മുല്ലാക്ക പറഞ്ഞിക്കണ്. നിങ്ങൾ ഇഷ്ടം അറിയാൻ വിട്ടതാണ് ഇപ്പൊ എന്നെ. ഇനിയിപ്പൊ എങ്ങും പോകുന്നില്ലമ്മ. ഇതിനൊക്കെ നടന്ന എവിടെ പോയാലും ചീത്തപ്പേര്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നല്ല ആലോചന ഒത്തുവന്ന ഇവളെ കല്യാണം കഴിച്ചയക്കാന്ന് ആലോചിക്കുക. ആ, അതാ നല്ലത്.